ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് മറക്കാതെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് ടു റിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്ന ഏപ്രിൽ 29 കൃത്യം 7:30 മത്സരം നടക്കുന്ന മറ്റെവിടെയല്ല നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ ഏഡൻ ഗാർഡൻസിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. സോ കൃത്യം 7:30 തന്നെയാണ് കേട്ടോ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഏഡൻ ഗാർഡൻസിലാണ് പെർഫോമൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് മാച്ചിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ എന്തായാലും അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഡ്രീം ഇലവനെ പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ട്, കുറച്ച് ഉഡായിപ്പാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ന്യൂസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏറെക്കുറെ ചിലതൊക്കെ ശരിയാണെന്ന് വേണേൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാവുന്നതാണ്. സോ നമ്മുടെ റീസെൻ്റ് ആയിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിൽ കൊൽക്കത്ത വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിൽ കളിച്ചൊരു മത്സരമാണ് കേട്ടോ ഏഡൻ ഗാർഡൻസിൽ. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായിരുന്നു. സ്കോർ നില നോക്കുമ്പോൾ 261 റൺസിന് 6 വിക്കറ്റ് നഷ്ടമായിരുന്നു. പഞ്ചാബ് കിങ്സ് 262 റൺ 18ാമത്തെ ഓവറിൽ തന്നെ അടിച്ചെടുത്തു. ബാരിസ്റ്റർ ഒന്നായി കളിച്ച ഒരു മത്സരമായിരുന്നു കേട്ടോ അത്. ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ഫിലിപ്പ് സാൾട്ട്, സുനിൽ നരേൻ, ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരായിരുന്നു ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത്. വിക്കറ്റ് ടേക്കേഴ്സ് ആയിട്ട് രാഹുൽ ചഹാർ, ഹർഷദീപ് സിംഗ്, ദെൻ ഹർഷൽ പട്ടേൽ, സാംകറിനൊക്കെയാണ് വന്നത്. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സാണ്. ഒരു സ്പിന്നറെ വിക്കറ്റ് എടുത്തുള്ളൂ, ബാക്കി 4 വിക്കറ്റ് എടുത്തത് ഫാസ്റ്റ് ബോളേഴ്സാണ് കേട്ടോ. സോ അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലോട്ട് നോക്കുമ്പോൾ അവിടെ ആകെ ഒരു വിക്കറ്റ്സേ വീഴുള്ളൂ, അത് സുനിൽ നരേൻ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരായി വൺ ഡൗൺ ആയിട്ട് വന്ന ബാറ്റിംഗ് ഓർഡേഴ്സ് ഉള്ള ആൾക്കാരാണ്. നമ്മുടെ സിമ്രാൻ സിംഗ് 54 റൺസ്, ജോണി ബാരിസ്റ്റർ 108 റൺസ്, റോസോ 26 റൺസ്, ശശാങ്ക് സിംഗ് 68 റൺസ്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ തന്നെയാണ് നല്ല രീതിയിൽ സ്കോർ ചെയ്തത്. ബാറ്റിംഗ് ഓറിയൻറ്റഡ് ആയെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായല്ലോ. സോ ഒരു മത്സരം കൂടെ നമുക്കൊന്ന് നോക്കാം. റീസെൻ്റ് ആയിട്ട് തന്നെ ഏഡൻ ഗാർഡൻസിൽ നമ്മുടെ RCB വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിൽ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ കൊൽക്കത്തയ്ക്കായിരുന്നു. 222 റൺസിന് 6 വിക്കറ്റ് ആയിരുന്നു. കൊൽക്കത്തയ്ക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും 200 എബോ റൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ ആയിട്ടുള്ള ബാറ്റിംഗ് ആൾക്കാർ നല്ല രീതിയിൽ ഇവിടെ സ്കോർ ചെയ്യാറുണ്ട്, അത് വേറൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവിടെ 10 വിക്കറ്റ് സെക്കൻഡ് ഇന്നിങ്സ് 10 വിക്കറ്റ് വീണിട്ടുണ്ടായിരുന്നു. 221 റൺസിന് ഓൾ ഔട്ട് ആവുമായിരുന്നു കേട്ടോ ചെയ്തത്. അവിടെ വിക്കറ്റ്സ് ടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തത് നമ്മുടെ ആൻഡ്രിയ റസൽ 3 വിക്കറ്റ്, അതുപോലെ തന്നെ സുനിൽ നരേൻ 2 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 1 വിക്കറ്റ്, മിച്ചൽ സ്റ്റാർക്ക് 1 വിക്കറ്റ്, ഹർഷിത് റാണ 2 വിക്കറ്റ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വിക്കറ്റ്സ് ടേക്കിംഗ് നോക്കുകയാണെങ്കിൽ. സോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഒരു പിച്ചിനെ പറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ടുള്ളതായിട്ടുള്ള ഗ്രൗണ്ടാണ്. എസ്പെഷ്യലി കൊൽക്കത്തയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ്. കൊൽക്കത്ത കളിച്ച മത്സരങ്ങളൊക്കെ കൂടുതൽ അവരാണ് വിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൊൽക്കത്തയുടെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്ന ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ. അവർക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല റൺസ് പ്രതീക്ഷിക്കാം. ദെൻ ഇതുവരെ നമ്മുടെ ഡൽഹിയും കൊൽക്കത്തയും തമ്മിൽ 47 മത്സരമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 33 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. 17 എണ്ണം KKRഉം DC 15 എണ്ണമാണ് വിൻ ചെയ്തത്. 2 എണ്ണം കൂടുതൽ കൊൽക്കത്ത ഉണ്ടോ വിൻ ചെയ്തിട്ടുള്ളത്. പറഞ്ഞ പോലെ തന്നെ 33 വർഷം ഏറ്റുമുട്ടിയിട്ടുണ്ട്. 17 വിക്കറ്റ്, അതും ക്ലോസ് എൻകൗണ്ടേഴ്സാണ്. 2 റൺസിന് 3 റൺസിനൊക്കെ തോൽക്കുക എന്നൊക്കെ ഉള്ള സംഭവമായിരുന്നു. സൂപ്പർ ഓവറിൽ തന്നെ വിൻ ചെയ്ത ചരിത്രമുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഓക്കെ, ദെൻ ലാസ്റ്റ് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ നമ്മുടെ കൊൽക്കത്തയും DCയും തമ്മിൽ നടന്ന ഒരു മത്സരത്തിൽ റൺസ് സ്കോർ ചെയ്ത് സുനിൽ നരേൻ 39 ബോൾ 85 റൺസ് ഇവർ തമ്മിൽ കളിച്ചപ്പോൾ തന്നെയായിരുന്നു കേട്ടോ പുള്ളിക്കാരനെ എടുത്തത്. ദെൻ ഈ ഒരു വെന്യൂ റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ ടോട്ടലി 91 IPL മത്സരങ്ങളാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ബാറ്റിംഗ് ഫസ്റ്റ് വിൻ ചെയ്തത് 37 മത്സരവും ബാറ്റിംഗ് സെക്കൻഡ് വിൻ ചെയ്ത 54 മത്സരവുമാണ് കേട്ടോ. അതുപോലെ തന്നെ ദെൻ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 155 റൺസും ആവറേജ് സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 137 റൺസും. ബട്ട് റീസെൻറ്റ് IPL മത്സരത്തിൻ്റെ സ്കോർ നില നോക്കുമ്പോൾ ആവറേജ് റൺസ് എബോ എന്തായാലും 180 റൺസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. വെതർ റിപ്പോർട്ട് അതുപോലെ തന്നെ ഇവിടെ കൂടുതലും റൺസ് സ്കോർ ചെയ്യുന്ന ചാൻസ് ഉള്ളത് നമ്മുടെ സുനിൽ നരേൻ, ഫിലിപ്പ് സാൾട്ട് നല്ല രീതിക്ക് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യുന്നതും ഹർഷിത് റാണ, ദെൻ സുനിൽ നരേനാണ്. ഇവർക്ക് നല്ല രീതിയിൽ ഇവിടെ വിക്കറ്റ്സ് ടേക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ് റൺസ് DCയിൽ നോക്കുന്ന സമയത്ത് പൃഥ്വി വാർണറുമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കൂടുതൽ എടുത്തിട്ടുള്ളത്. കൂടുതൽ വിക്കറ്റ് എടുക്കാൻ ചാൻസുള്ള നമ്മുടെ കുൽദീപും നോർട്ടേജും ആണ് കേട്ടോ. ഓക്കെ,
ദെൻ അതുപോലെ തന്നെ ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് 40°C ആണ് നമ്മളെ കൊൽക്കത്തയിലത്തെ താപനില. ദെൻ അതുപോലെ തന്നെ ആവറേജ് റെയിൻ പോസിബിലിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല. ആവറേജ് സ്കോർ നോക്കുന്ന സമയത്ത് 167, ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സ് 550 വിക്കറ്റ്സും സ്പിന്നേഴ്സ് 375 വിക്കറ്റ്സും ആണ് എടുത്തിട്ടുള്ളത്. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ്. സ്പിന്നേഴ്സ് എടുക്കില്ല വെച്ചാൽ എടുക്കും, ബട്ട് കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചോയ്സിൽ എന്ന് പറഞ്ഞ ഒരു കിഡിലിൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസ് കുറവാണ്. പിന്നെ പുതിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കോമ്പറ്റീഷൻ കുറവാണ്. ഡ്രീം 11ൽ അതേ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരു കോൺടെസ്റ്റെങ്കിലും അധികം ഇടാൻ പറ്റും. ഡ്രീം 11ൽ ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഒരു 299 രൂപയുടെ കോൺടെസ്റ്റ് ഒരു 10 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 11 ഇടാൻ പറ്റും. ഒരെണ്ണം കൂടുതൽ നിങ്ങൾ വിൻ ചെയ്താൽ നിങ്ങൾ പൊളിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ 19 രൂപയുടെ കോൺടെസ്റ്റ് അവിടെ ഒരു 10 ഇടുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 11 ഇടാൻ പറ്റും. ഒരെണ്ണം കൂടെ അഡീഷണൽ ഇടാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും. അത്രയും സേവിങ്സ് ആണ് ഇവിടെ. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കുറവാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാൻ പറ്റും. ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ആണ്. 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളവർ പിക്ക് ചെയ്ത് ഈസി ആയിട്ട് വിൻ ചെയ്യുന്ന സംഭവമാണ്. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളെ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് പൈസ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് യൂസേഴ്സ് ഇപ്പോൾ കളിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ നമ്മുടെ കുബേര ഫാൻറ്റസിയും വിഷൻ 11ഒക്കെ. ഇവിടെ ഡ്യുവോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എന്തോന്ന് വെച്ചാൽ 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് പോസിബിലിറ്റീസ് ആരാണോ അവരെ പിക്ക് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചറാണ് ഈ ഡ്യുവോ എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ക്ലാസിക് എന്ന് പറഞ്ഞ ഒരുപാട് കോൺടെസ്റ്റുകൾ നമ്മുടെ ഡ്രീം 11ൽ കാണുന്ന പോലെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഡ്രീം 11ൽ 299 രൂപ കൊടുക്കുന്നത് ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ 11 ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷൻ 11 ആപ്ലിക്കേഷനിൽ ഡെയിലി 50,000 രൂപയ്ക്ക് ഇവർ ഫ്രീ ആയിട്ട് ഗീവ് അവേ, അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്സ് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്താൽ 500 രൂപ ക്യാഷ് ബോണസ് കിട്ടും. ഈ ക്യാഷ് ബോണസിൽ കൂടെ കുറച്ച് പൈസയൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പോപ്പുന്ന ഇൻഡോ ഉണ്ട്, അതായത് നമ്മൾ ആ കുബേര ഡ്യൂ ആണില്ല, ആ ഒരു സെയിം സംഭവമാണ്. 5 പ്ലെയേഴ്സാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ, ആ ഒരു സെയിം സംഭവമാണ്. അതുപോലെ 1 രൂപയ്ക്ക് ഇവിടെ കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്പോർട്സിൽ. ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. സോ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണെങ്കിൽ ഫിലിപ്പ് സാൾട്ട്, സുനിൽ നരേൻ, അതുപോലെ തന്നെ രഘുവാൻസി, ശ്രേയസ് അയ്യർ, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, ആൻഡ്രിയ റസൽ, രമദീപ് സിംഗ്, അതുപോലെ തന്നെ ചമേരാജ്, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് വൈഭവ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് കൊണ്ട് നോക്കുന്ന സമയത്ത് പ്രത്യുഷോ, ജെയ്ക്ക് ഫ്രെൻസർ, അഭിഷേക് പോരൽ, ഷായ് ഹോപ്പ്, ഋഷഭ് പന്ത്, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, അസ്തർ പട്ടേൽ, കുൽദീപ് യാദവ്, നോർട്ടേജ്, ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ, ഇത്രയും പേരാണുള്ള. ഇമ്പാക്ട് പ്ലെയറായിട്ട് റസീഖ് ദാർ സലാം വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ മസ്റ്റ് വീഴാനുള്ള 2 പ്ലെയേഴ്സ് ആരൊക്കെ ചോദിച്ചാൽ സുനിൽ നരേനും അതുപോലെ തന്നെ കുൽദീപ് യാദവുമാണ്. അതുപോലെ കീ പ്ലെയേഴ്സായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് സുനിൽ നരേൻ, അതുപോലെ ആൻഡ്രിയ റസൽ, ഋഷഭ് പന്ത്, കുൽദീപ് യാദവ് ഒക്കെയാണ് കേട്ടോ. മോസ്റ്റ് റൺസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഗൗതം ഗംഭീറിൻ്റെ ഇതാണ് കാണുന്നത്. വിക്കറ്റ്സ് കൂടുതലും ടേക്ക് ചെയ്തത് അത് ആ ഒരു പണ്ട് തൊട്ടുള്ള 2010 തൊട്ടുള്ള സ്റ്റാറ്റ്സിൻ്റെ ബേസ് ആണ് കേട്ടോ ഇത്. കൂടുതൽ റൺസ് നോക്കുകഴിഞ്ഞാൽ 20 കൂടുതൽ വിക്കറ്റ്സ് നോക്കുകഴിഞ്ഞാൽ 26 വിക്കറ്റ് സുനിൽ നരേൻ എടുത്തിട്ടുള്ള. മോസ്റ്റ് റൺസ് ഡി സിയിൽ നോക്കുമ്പോൾ 474 റൺസ് ഡേവിഡ് വാർണർ. കളിക്കുമെന്ന് അറിയത്തില്ല, കളിക്കാൻ ചാൻസ് ഇല്ല. മോസ്റ്റ് വിക്കറ്റ്സ് നോക്കുന്ന സമയത്ത് കുൽദീപ് യാദവ് 15 വിക്കറ്റ് ആട്ടോ എടുത്തുള്ളത്. അതുപോലെ തന്നെ പന്ത് റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ്, 371 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 160 കേട്ടോ. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഫ്രേസർ, ഈ ഒരു പുള്ളിയെ പറ്റി പറയുമ്പോൾ റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ്. 247 റൺസ് കഴിഞ്ഞ 3-4 IPL മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 237 ആണ് കേട്ടോ. സുനിൽ നരേൻ 357 റൺസ് എടുത്തിട്ടുണ്ട്. അതും ഈ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 185 ആണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ 10 വിക്കറ്റും എടുത്തിട്ടുണ്ട്. വെറും 6 റൺസ് മാത്രമേ ഒരു ഓവറിൽ കൊടുക്കാറുള്ളൂ. റൺ റേറ്റും വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ. ആൻഡ്രിയ റസൽ, അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 186
സ്റ്റാറാണ്. നല്ലൊരു പെർഫോമൻസ് ആണ് ഇവരൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ മസ്റ്റ് കീ പ്ലെയേഴ്സായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ഋഷഭ് പന്ത്, സുനിൽ നാരായൺ, ശ്രേയസ് അയ്യർ, ജെയ്ക്ക് ഫ്രൻസർ, മിച്ചൽ സ്റ്റാർ, കുൽദീപ് യാദവ് ഇവരൊക്കെയാണ് കേട്ടോ പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് തരാം. ഈ ഒരു ടീം ആയിരിക്കില്ല ഫൈനൽ ടീം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാറ്റിംഗ് ഓറിയൻറ്റഡ് ആയുള്ള ഗ്രൗണ്ട് ആയതുകൊണ്ട് നല്ല ബാറ്റിംഗ് ഉള്ള ആൾക്കാരെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുൽദീപ് യാദവിനെ എടുക്കാം, കാരണം നല്ലൊരു റെക്കോർഡ്സ് ഉണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ സുനിൽ നാരായൺ, ആൻഡ്രെ റസൽ മിഡിൽ ഓവറിൽ ഡെത്ത് ഓവറൊക്കെ കവർ ചെയ്യും. അതുപോലെ തന്നെ ചില സമയത്ത് ബാറ്റിങ്ങും കിട്ടും, നല്ല റൺസ് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അസ്തർ പട്ടേൽ റീസെൻ്റ് ആയിട്ട് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഒരു കീ പ്ലെയർ ആയിരിക്കും ടോബി, ബോളിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിങ്ങിൽ ഋഷഭ് പന്തും നമ്മുടെ ഫിലിപ്പ് സാൾട്ടിനെ നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാറ്റിങ്ങിലാണെങ്കിൽ ഫ്രൈൻസർ, ദെൻ ശ്രേയസ് അയ്യർ നല്ലൊരു ഓപ്ഷനാണ്. ട്രിസ്റ്റൻ സ്റ്റബ്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ ബൗളിംഗ് സെക്ഷനിലാണ് നമുക്ക് DC നിന്ന് ഒരു ബോളറിനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ KKRലെ ടോപ്പ് ബൗളേഴ്സ് ആയിട്ടുള്ളത് നമ്മുടെ ഹർഷിത് റാണയാണ്. അതുപോലെ തന്നെ ആർ സലാമിനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. റീസെൻ്റ് ആയിട്ട് അദ്ദേഹം 2 മത്സരങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. ആ 2 മത്സരങ്ങളും നല്ല പോയിൻറ്റോട് കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് വേണേൽ ഒരു വെറൈറ്റി പിക്കായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാം. അത് നിങ്ങളുടെ ഓപ്ഷണൽ മാത്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ഖലീൽ അഹമ്മദിനെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇരു ടീമുകളിലും ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് എന്നുള്ള രീതിക്ക് ഇപ്പോൾ നമ്മളെ ഹർഷിത് റാണയാണ് ഇവിടുത്തെ മെയിൻ ബോളർ. നമ്മുടെ DCയിൽ മെയിൻ ബോളറായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ഖലീൽ അഹമ്മദാണ്. അതുപോലെ തന്നെ സ്പിന്നറായിട്ട് സുനിൽ നാരായണും ഇവിടെ കുൽദീപ് യാദവും ഉണ്ട്. ദെൻ അതുപോലെ തന്നെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ പോലെ നമുക്ക് ബൗളിംഗ് 4 ഓവർ കൃത്യമായും ചെയ്യുന്നുള്ള. അതുപോലെ തന്നെ ബാറ്റിംഗ് നോക്കുമ്പോൾ നമ്മുടെ ആൻഡ്രെ റസലും അസ്തർ പട്ടേലും അവിടെ ബൗളിംഗ് ബാറ്റിംഗ് ഈക്വലാണ്. അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നോക്കുന്ന സമയത്ത് സുനിൽ നാരായൺ, ശ്രേയസ് അയ്യർ, ഫിലിപ്പ് സാൾട്ട് 3 ആളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഋഷഭ് പന്ത്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഫ്രൻസർ 3 പേരുണ്ട്. ഒരാൾ സബ്ബായിട്ട് ഇവിടെ കിടക്കുന്നത്, ഇവിടെ ഒരു ടീമിൽ ഒരാൾ സബ്ബായിട്ട് കിടക്കുന്നത്. അപ്പോൾ ടീം പക്ക സേഫ് ടീമാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു നിങ്ങളുടെ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ക്യാപ്റ്റൻ വീസ് കൂടെ നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും കൊടുക്കുന്ന പോലെ സുനിൽ നാരായൺ തന്നെ കൊടുക്കുക. കാരണം അദ്ദേഹം എല്ലാ മത്സരങ്ങളും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ആയിരിക്കണം നിങ്ങളുടെ ടീമിലെ ക്യാപ്റ്റൻസി. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഒരാളെയാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഋഷഭ് പന്തുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം ഈ ഒരു മത്സരവും അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റിംഗ് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബാറ്റിങ്ങിൽ റൺസ് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീമൊന്ന് നോക്കാം. ഫിലിപ്പ് സാൾട്ട്, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, ഫ്രൻസർ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അതുപോലെ തന്നെ സുനിൽ നാരായൺ, ആൻഡ്രെ റസൽ, അസ്തർ പട്ടേൽ, കുൽദീപ് യാദവ്, ഖലീൽ അഹമ്മദ്, ഹർഷിത് റാണ ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതാണ്. അതിലും തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.